വെൽക്കം ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണണ്ടേ? അരിപ്പൊടി ഫേസ് പാക്ക്. ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ കുറച്ച് അലവേര എടുക്കുന്നുണ്ട്. ആ അലവേര ഒരു 2 സ്പൂൺ മാവെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നന്നായിട്ട് അതിനകത്ത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലവേരയ്ക്കകത്തുള്ള ആ ജെല്ല് മുഴുവൻ അതിലേക്ക് വീഴും. ആലോവേര നമ്മുടെ മുഖത്തിൻ്റെ മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കണ്ടൻ്റാണ് കേട്ടോ. അപ്പം അതിനകത്തേക്ക് കുറച്ച് ആലോവേര ഞാൻ ചേർക്കുന്നുണ്ട്. അത് മീൻസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം, അത് പൊട്ടിച്ചിട്ട്. ഓക്കെ, ഇത് അകത്ത് വെച്ച് തന്നെ നമ്മൾ നല്ലപോലെ ഇങ്ങനെ എന്താ പറയുക, ഞെക്കി ഞെക്കി എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കിട്ടും. അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഞാൻ കൈ കൊണ്ട് കുറച്ച് ഞെക്കി പീച്ച് ഒഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് കുറച്ച് ഏറെ തക്കാളി വേണം, അതിൻ്റെ നീര് വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു തക്കാളി അരച്ചെടുത്ത് ഇതിനകത്ത് ചേർക്കാൻ പോവാണ്. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീര് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ കയ്യിലും കൂടി ഇടാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കയ്യിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കയ്യിലിട്ടിട്ട് മറ്റേ കയ്യിൽ നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? അരിപ്പൊടി, അതുപോലെ തന്നെ തക്കാളിയുടെ നീര്, ആലോവേര, ഇത്രയും സാധനമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിനകത്ത് കുറച്ച് തക്കാളിയുടെ കണ്ടൻറ്റൊക്കെ വീണിട്ടുണ്ട്. നമ്മൾ അരച്ച സമയത്ത് അത് ശരിക്കും അങ്ങോട്ട് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് 2-3 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ എടുത്ത് റിമൂവ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മുഖത്ത് അപ്ലൈ ചെയ്യാണ്. മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് മിച്ചമുള്ള പൊടി കയ്യിലും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നിങ്ങളുടെ ആവശ്യാനുസരണത്തിനുള്ള പൊടി നിങ്ങൾ ചേർക്കുക കേട്ടോ. എത്ര നിങ്ങൾക്ക് വേണം എന്ന് വെച്ചാൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ പൊടി ചേർക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. എല്ലാ ദിവസത്തെയും പോലെ തന്നെ പൊട്ടവിടെ വെച്ചിട്ടുണ്ട്, അത് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ശരിക്കും ഒരു വൈറ്റനിങ് കണ്ടൻറ് ഉണ്ടെന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ഈ അരിപ്പൊടിയിൽ. നമുക്ക് അരിപ്പൊടി ഒരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഭയങ്കര അങ്ങ് ഹാർഡായിട്ടുള്ള അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ അതൊന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. കാരണം അത് നല്ല ഇച്ചിരി സോഫ്റ്റ് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലേ നമുക്ക് എന്താ പറയുക, ആ ഒരു മുഖത്ത് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ മുറിയാതൊക്കെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ചില സമയത്ത് മുറിയാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിപ്പൊടി നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് ഫൈനായിട്ട്, ഒത്തിരി അങ്ങ് പറഞ്ഞാൽ ഫൈനായിട്ടൊന്നുമല്ല, എന്നാലും കുറച്ച് നമുക്കങ്ങ് എന്താ പറയുക, കയ്യിലെടുക്കുമ്പോൾ ഒരു സോഫ്റ്റായിട്ട് തോന്നുന്ന പോലെ അത്ര ഇങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതാകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാരി പൊത്തുന്ന സമയത്ത്, ഇങ്ങനെ മുറുക്കെ തേക്കുന്ന സമയത്തൊക്കെ മുഖത്ത് ക്രാച്ചസ് വീഴാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ മുകളിലും നെറ്റിയിലും എവിടേക്കാണോ ടാൻ നിങ്ങൾക്കുള്ളത് ആ സ്ഥലത്തെല്ലാം നിങ്ങൾക്കിത് തേച്ച് കൊടുക്കാം. ഒരു സൈഡ് എഫക്റ്റും ഇതുവരെ എനിക്കിത് കൊണ്ടുണ്ടായിട്ടില്ല കേട്ടോ. ഈ തക്കാളി നീരും അരിപ്പൊടിയും ഒന്നും ഒരു പ്രശ്നക്കാരല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുഖത്ത് തേക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ആ തലയിൽ വെച്ചിരുന്ന ബാൻഡ് താഴേക്ക് പോയി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാനത് വീണ്ടും തിരിച്ചെടുത്ത് വെച്ചിട്ട് വന്നതാണ്. ഓക്കെ, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ചെവിയിലേക്ക് തേക്കുന്നില്ല. ആ ബാൻഡ് ഊരിപ്പോയത് കൊണ്ട് ചെവിയുടെ അങ്ങോട്ടൊക്കെ കിടക്കുന്ന മുടിയിലേക്ക് ഇപ്പോൾ തേച്ച് കഴിഞ്ഞാൽ അത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം മുഖത്തിലും കഴുത്തിലും കണ്ണിലുമൊക്കെ, കണ്ണിനകത്തല്ല കേട്ടോ, കണ്ണിൻ്റെ പോളയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ഒരു ബാലൻസ് ഉള്ളത് കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിൽ നമുക്ക് മീൻസ് നമ്മുടെ മേത്തൊക്കെ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. കയ്യിലോ കാലിലോ ടാൻ എവിടെയാണോ ഉള്ളത്, ഇത് ശരിക്കും ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല, ബോഡി പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കൊരു നല്ല സാധനമാണിത്. ഓക്കെ, അപ്പം ഞാൻ കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. കഴുത്തിലധികം ടാൻ ഇപ്പോൾ ഇല്ല, മുമ്പുണ്ടായിരുന്നു നല്ല രീതിയിൽ. നല്ല കഴുത്ത് നല്ല കറുത്തുരുണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പം എന്നും തേച്ച് കുളിച്ചിട്ടാണോ ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കളർ വന്നിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. ആ അഴുക്കൊക്കെ പോയി ടാനിങ് ഒക്കെ പോയി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൗഡർ എൻ്റെ കയ്യിൽ മിച്ചമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കയ്യിലിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ കയ്യിൽ തേക്കുന്നുണ്ട്. കയ്യിൽ ഒരു കയ്യിലേ തേക്കുന്നുള്ളൂ കേട്ടോ, എൻ്റെ ഇടത് കയ്യിലാണ് തേക്കുന്നത്. കാരണം എന്നാലേ നിങ്ങൾക്ക് വലത് കൈയും ഇടത് കൈയുടെയും ഡിഫറൻസ് കാണിക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇടത് കയ്യിൽ ഞാൻ എൻ്റെ ഏകദേശം ഷോൾഡറിൻ്റെ അവിടം വരെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ കൈ ഫുള്ളും അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്കിത് ലീവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട്
നമുക്ക് തിരിച്ചു വരാം. 20 മിനിറ്റെന്ന് ഞാൻ പറഞ്ഞത് ഇത്രയും കട്ടി കിട്ടിയിരിക്കുന്നതുകൊണ്ട് ചിലപ്പോഴാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. എന്നാലും 20 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തട്ടെ. ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാനിത് കഴുകി നിങ്ങളെ കാണിക്കാനാണ് വിചാരിച്ചത്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ കഴുകി കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനകത്തൊരു അബദ്ധം പറ്റി. കഴുകുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ. സോ സോറി. അപ്പം ഞാൻ മുഖത്തിൻ്റെത് പകുതി ആയപ്പോഴാണ് വീഡിയോ റെക്കോർഡ് ആയില്ല എന്നുള്ളത് ശ്രദ്ധിച്ചത്. ഓക്കെ. എന്നിട്ട് ഞാനത് ഓണാക്കി വളരെ സങ്കടത്തോടു കൂടി വീണ്ടും വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് ഡിഫറൻസ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. കയ്യിലും മുഖത്തെയും ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാലും നല്ല സങ്കടമുണ്ട്. എൻ്റെ മുഖത്തേക്ക് നോക്കൂ. കണ്ടോ? നല്ല എന്തൊക്കെയോ പിറുപിറുത്തോണ്ടാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോ പിടിക്കുന്നത്. എൻ്റെ മുമ്പിൽ തന്നെ കണ്ണാടി ഉണ്ട് കേട്ടോ. കണ്ണാടിയിലേക്കാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഒന്ന് നോക്കിക്കേ. മുഖം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ഗ്ലോ ആയില്ലേ? ഒരു ക്രീമും മുഖത്ത് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. ഈ കൈയുടെ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. ഇതാണ് ഇടത്തെ കൈ. ഓക്കെ. വലത്തെ കൈ ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്നറിയില്ല. എനിക്ക് നല്ല രീതിയിലുള്ളൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ടാനിങ്ങും കാര്യങ്ങളൊക്കെ മാറിയതുപോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ട്രിക്കുമായിട്ട് കാണുന്നത് വരെ ബൈ. സീ യു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.